ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വാർഷിക മഹോത്സവത്തിന് തുടക്കമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമായ ബന്തെടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വാർഷിക മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ബ്രഹ്മശ്രീ ഇരുവൽ കേശവ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവ ചടങ്ങുകൾ നടക്കുക. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. തുടർന്ന് ഫലദാനി കാഴ്ച സമർപ്പണവും നടന്നു. തുടർന്ന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ശേഷം മഹാപൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആധ്യാത്മിക പ്രഭാഷണവും നടക്കും. ക്ഷേത്രത്തിലെ എല്ലാ വർഷവും മകരമാസത്തിലെ ഭരണി നക്ഷത്രത്തിനാണ് ഇവിടെ ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറ്റം നടക്കാറുള്ളത്. ഇപ്പോൾ ഈ കൊടിയേറ്റം നടന്നതോടുകൂടി ഇന്നു മുതൽ 5 ദിവസമാണ് ഇവിടുത്തെ വാർഷിക മഹോത്സവം നടക്കുക. ഈ 5 ദിവസങ്ങളിലായി ഏകദേശം 30,000-ഓളത്തിലധികം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വിവിധ സമയങ്ങളിലായി വന്നു പോവുകയും ദർശനം, അതേപോലെ തന്നെ 30,000-ത്തിലധികം ഭക്തജനങ്ങൾക്ക് ഇവിടെ അന്നദാനം നടത്താൻ വേണ്ടി ഇവിടുത്തെ കമ്മിറ്റിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ക്ഷേത്ര മഹോത്സവത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ അവരുടെ ആത്മാർത്ഥമായ സഹായങ്ങളും സഹകരണങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട അന്നപ്രസാദം തയ്യാറാക്കാനും അതേപോലെ അന്നപ്രസാദം വിളമ്പാനും അതേപോലെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ മുമ്പായി തന്നെ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളെല്ലാം ശുചീകരിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതെല്ലാം നടത്താൻ മുഴുവൻ പ്രവർത്തനങ്ങളും സേവനമായി തന്നെയാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ ചെയ്യുന്നത്. ബന്തെടുക്ക ശ്രീ ಸುಬ್ರಹ್ಮಣ್ಯ ದೇವಾಲಯ 4 ಶತಕಗಳ 400 ವರ್ಷಗಳ ಇತಿಹಾಸ ಇರುವಂಥ ಸುಪ್ರಸಿದ್ಧ ಒಂದು ಕ್ಷೇತ್ರ. ಈ ಕ್ಷೇತ್ರೇಶ್ವರ ವಿಭಾಗ ಅಂತೇಳುವಂಥ ಬಂಟ ಸಮುದಾಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟವರು ಮುಂದೆ ನಿಂತುಕೊಂಡು ಊರಿನವರ ಸಮಿತಿ ಮಾಡಿಕೊಂಡು ನಡೆಸುವಂಥ ಒಂದು ಸಮಿತಿಯು ಇದರ ಎಲ್ಲ ಕಾರ್ಯಗಳು ನಡೆಯುವಂಥದ್ದು. ಆಗ ತಾನೇ ಪ್ರಸ್ತಾಪ ಮಾಡಿದಾಗೆ ಎಲ್ಲ ವರ್ಷವೂ ಮಕರ ಮಾಸ ಭರಣಿ ನಕ್ಷತ್ರ ದಿವಸ ಧ್ವಜಾರೋಹಣಗೊಂಡು ಕೊಡಿಬೆಳಕು, ನಡುಬೆಳಕು, ಹಾಗೆ ದರ್ಶನ ಬಲಿ ಮತ್ತು ಆರಾಟ, ಹೀಗೆ 5 ದಿವಸದ ಜಾತ್ರೆ. ತದನಂತರ ಆಲಿಂಗಲ್ ದೇವಸ್ಥಾನದ ಸಮೀಪ ಇರುವ ಆಲಿಂಗಲಲ್ಲಿ ಶ್ರೀ ವಿಷ್ಣುಮೂರ್ತಿ ದೈವದ ಕೋಲ. ತದನಂತರ ಕುಂಭಮಾಸ 10-11 ಪದಿಕಾಲಲ್ಲಿ ಕಲ್ಲುಟಿ ದೈವದ ಕಳಿಯಾಟ ಕೂಡ ನಡೆಯುತ್ತದೆ. ಪ್ರತಿ ವರ್ಷದಂತೆ ಈ ವರ್ಷವೂ ಬಂದಡ್ಕ ಶ್ರೀ ಸುಬ್ರಹ್ಮಣ್ಯ ದೇವರ ವರ್ಷಾವಧಿ ಜಾತ್ರೆ ಈಗ ಪ್ರಾರಂಭವಾಗಿದೆ. ಮೊನ್ನೆ 30ನೇ ತಾರೀಕಿಗೆ ಕೊನೆ ಮುಹೂರ್ತ ಆಗಿ ಇವತ್ತಿನಿಂದ 5ನೇ ತಾರೀಕಿನಿಂದ ಸಾಮಾನ್ಯ 12ನೇ ತಾರೀಕಿವರೆಗೆ ಬೇರೆ ಬೇರೆ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳು ಜರುಗ್ತದೆ. ಇಲ್ಲಿ ಇವತ್ತು ಕೊಡಿಯೇರುವುದಂತೇಳಿ ಆ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡೆಯಿತು, ಧ್ವಜಾರೋಹಣ ಕಾರ್ಯಕ್ರಮ ನಡೆಯಿತು. ಇವತ್ತಿನಿಂದಲೇ ರಾತ್ರಿ ದೇವರ ಬಲಿ, ಆಮೇಲೆ ಬೇರೆ ಬೇರೆ ಕಾರ್ಯಕ್ರಮಗಳು, ಆಮೇಲೆ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಪ್ರತಿದಿನ ದೇವರ ದೀಪೋತ್ಸವ ಮತ್ತು ಬಲಿ ಸೇವೆ ಮಾಡಿ ಸಾಮಾನ್ಯ 9ನೇ ತಾರೀಕಿನವರೆಗೆ ഈ ಒಂದು ജാത്രോത്സവം ನಡೆಯುತ್ತದೆ. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകൾ നടക്കും. നൃത്തനൃത്യങ്ങൾ, തിരുവാതിര, കൈകൊട്ടിക്കളി, ആധ്യാത്മിക പ്രഭാഷണം, യക്ഷഗാനം, ഭജന, നൃത്തഭജന എന്നിവ അരങ്ങിലെത്തും. 9-ന് ഞായറാഴ്ച ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും. ആറാട്ടുകടവിൽ കല്ലുരുട്ടി ദൈവത്തിന്റെ കോലം കെട്ടിയാടും.
രാത്രിയിൽ കൊടിയിറക്കം, മഹാപൂജ, ദീപാരാധന, അത്താഴപൂജ എന്നിവയോടെ ഉത്സവത്തിന് സമാപനം കുറിക്കും. 10 ഗൗഡസമുദായ കാണിക്ക സമർപ്പണം നടക്കും. 11 അഡ്കത്തമ്മനെ ദേവസ്ഥാനത്ത് നിന്നും ഭണ്ഡാരം വരവ്. രാത്രിയിൽ ക്ഷേത്രം ആലിങ്കാളിൽ വിഷ്ണുമൂർത്തി സന്നിധിയിൽ തെയ്യം കൂടൽ. 12 വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തും. 13 പ്രതിഷ്ഠാ മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.